ഒന്നുമില്ല സജീവന് രാത്രിയിൽ എന്തുണ്ടാക്കണമെന്ന് ആലോചിക്കുമായിരുന്നു. സജീവന് ചപ്പാത്തിയാണോ പൂരിയാണോ അപ്പമാണോ എന്താ ഇഷ്ടം എന്ന് എനിക്കറിയില്ലല്ലോ. സജീവൻ എന്താ രാത്രി കഴിക്കാൻ ഇഷ്ടം? അപ്പുവിൻ്റെ ഇഷ്ടം നോക്കണ്ടേ? എനിക്കും അപ്പൂവിനും രാത്രി ചപ്പാത്തി കഴിക്കാൻ ഇഷ്ടം. പിന്നെ രാവിലെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, എന്താണെങ്കിലും കുഴപ്പമില്ല. രാത്രി ചപ്പാത്തിയാണ് പിന്നെ ഇഷ്ടം. പിന്നെ അധികവും ഞങ്ങൾ ഗോതമ്പ് ദോശ അങ്ങനെ എളുപ്പമുള്ള സംഭവമൊക്കെ ഉണ്ടാക്കാറ്. എനിക്ക് ജോലി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഇതൊക്കെ ഉണ്ടാക്കാൻ നേരമില്ലല്ലോ. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര പണിയല്ലേ. ഇനി ഞാനുണ്ടല്ലോ, ചപ്പാത്തിയോ ഗോതമ്പ് ദോശയോ അപ്പോ ഇഡലി എന്ത് വേണമെങ്കിലും ഞാൻ സജീവനും മോനും ഉണ്ടാക്കി തരാം. സജീവൻ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ഒരു ടെൻഷനും വേണ്ട. മിനി വേണം അപ്പൂവിനെ ഒന്ന് ഉഷാറാക്കാൻ. അവനിപ്പോൾ ആകെ ക്ഷീണിച്ചിരിക്കുന്നത്. മിനി അവനെ നല്ല ഭക്ഷണം കൊടുത്ത് ഉഷാറാക്കണം. അവനെ ഞാൻ ശരിയാക്കി എടുത്തോളാം സജീവ. പണ്ടൊക്കെ എന്ത് രസമായിരുന്നു എന്നറിയോ. എൻ്റെ കാലത്തൊക്കെ എല്ലാവരും തമ്മിൽ മിണ്ടുമായിരുന്നു. ഈ ഫോൺ വന്നേ പിന്നെ എല്ലാവരും അതിൽ കുത്തിക്കൊണ്ടിരിക്കുമല്ലേ. ആർക്കും തമ്മിൽ മിണ്ടാനും നേരമില്ല. പറയുന്ന ആള് പിന്നെ ഫോൺ തൊടാറ് പോലും ഇല്ല. അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഈ പഴയ കാലത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നോ? ഗൾഫുകാരൻ മനുവിന്റെ കെട്ടിയോള് വരുന്നുണ്ട്, അവളോടൊന്ന് മിണ്ടി നോക്കിയാലോ? 3 വായി നോക്കികൾ ഇരിക്കുന്ന കണ്ടില്ലേ? ഒരു പണിയില്ല, അതുകൊണ്ട് കണ്ടവരുടെ എല്ലാം കുറ്റം പറഞ്ഞോളും. ഇപ്പം എൻ്റെ കുറ്റം പറയുന്നാന്ന് തോന്നുന്നത്. ഇവന്മാരോടൊക്കെ മിണ്ടിയാൽ തന്നെ ചീത്തപ്പേര് വരും. പിന്നെ ആൾക്കാർ കുറേ കഥ ഉണ്ടാക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ ഇതിലെ പോയല്ലേ പറ്റുള്ളൂ, വേറെ വഴിയൊന്നുമില്ലല്ലോ വീട്ടിലേക്ക്. മിനിയെ ഒന്ന് നിന്നേ, കുറെ നാളായല്ലോ കണ്ടിട്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? നീ എവിടെയായിരുന്നു ഇത്ര നാള്? ഒന്നും പറയണ്ട, നീ ഇല്ലാതെ ഒരു രസമില്ലായിരുന്നു. നീ ഒന്ന് വന്നപ്പോഴിവിടെ എല്ലാം ഒന്ന് ഉഷാറായേ. ഞാൻ എൻ്റെ അനിയൻ്റെ വീട്ടിലായിരുന്നു ഇത്ര നാള്, അതാ കാണാതിരുന്നത്. എന്നാൽ ഞാൻ പോട്ടെ. അല്ല മോളെ, എന്താ ഇത്ര തിരക്ക്? ഞങ്ങളോടൊക്കെ ഒന്ന് മിണ്ടിയിട്ട് പോവാം. നമുക്കൊരു ചായയൊക്കെ കുടിച്ചിട്ട് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് പോവാന്നേ. മാറി നിൽക്ക്, എനിക്ക് വീട്ടിൽ പോകണം. ഞാൻ നിന്നോട് മര്യാദയ്ക്കാ പറഞ്ഞു മാറി നിൽക്കാൻ, അല്ല എൻ്റെ കൈയുടെ ചൂട് നീ അറിയും. എന്നാ പിന്നെ അതൊന്ന് അറിഞ്ഞിട്ട് വേണമല്ലോ. നീ എന്നാ ഇവിടുന്ന് പോവൂല്ലെന്ന്. നീ ഇനി എങ്ങനെ ഇവിടുന്ന് പോകുന്ന എനിക്കൊന്ന് കാണണമല്ലോ. നിനക്ക് അത്രയ്ക്ക് ധൈര്യം എന്നോട് ചൂടാവാൻ? മര്യാദയ്ക്ക് എൻ്റെ കയ്യിൽ നിന്ന് വിട്ടോ. കയ്യിൽ നിന്ന് വിടാനല്ലേ പറഞ്ഞേ? ഇല്ല ഞാൻ നാട്ടുകാരെ വിളിച്ചു കൂട്ടും. ഇപ്പം നീ വിളിക്കുമ്പോൾ നാട്ടുകാർ ഇപ്പോൾ ഓടി വരും. ഒന്ന് പോടി. എടാ, നീ അവളുടെ മറ്റേ കൈ കൊണ്ട് പിടിക്കടാ. ഡാ പെറുക്കെ, ശാലിനിയോട് കളിക്കാനൊന്നും നീ ആയിട്ടില്ല. പോയി തരത്തിൽ കളിക്കാൻ നോക്ക്. എൻ്റെ കയ്യിൽ നീ പിടിക്കുമല്ലേ, ഇനി നീ ഒരു പെണ്ണിൻ്റെ കയ്യിൽ പിടിക്കൂലടാ. ഇവളാള് കൊള്ളാലോ, എന്നെ പിടിച്ചിടുമായിരിക്കും. ഡാ പെറുക്കെ, നിന്നോട് ഞാൻ ആദ്യം പറഞ്ഞാലേ എന്നോട് കളിക്കാൻ വരില്ലെന്ന്. നിനക്ക് ഞാൻ തരുന്നുണ്ട് ഇപ്പം. ഉളുപ്പില്ല കളവാ നിങ്ങൾക്ക് ഇവന്മാരുടെ കൂടെ ഇരുന്നിട്ട് കണ്ടവരുടെ കുറ്റം പറയാൻ. വേഗം വീട്ടിൽ പോയിക്കോ, അല്ലെങ്കിൽ നിനക്ക് ഞാൻ തരും. പെണ്ണുങ്ങളോട് കളിച്ചാല് ഇങ്ങനെ ഇരിക്കും. ആന്റി പൊളിച്ചു തകർത്തു. അവന്മാർക്ക് ഇത് തന്നെ വേണം. താങ്ക് യു മോനെ. ആരും ഒന്നും ചെയ്യില്ലെന്ന് അവന്മാരുടെ വിചാരം. ചേച്ചി ഇത് ചെയ്തുകൊണ്ട് അവന്മാർക്കൊരു പേടിയായിട്ടുണ്ട്. ഇനി അവന്മാർ ഇങ്ങനെയൊന്നും ചെയ്യില്ല. പിന്നെ ചേച്ചി അവരെ പഞ്ചറാക്കുന്ന വീഡിയോ ഞങ്ങളെടുത്ത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇട്ടായിരുന്നു. അപ്പോൾ ചേച്ചി ഞങ്ങൾക്കൊരു ഐസ്ക്രീമൊക്കെ വാങ്ങി തന്നാൽ നല്ലതായിരുന്നു. അതിനെന്താ, ഈ ചേച്ചി വാങ്ങി തരാലോ. ഐസ്ക്രീം എന്ന് കേട്ടപ്പോൾ ഇവന്മാരുടെ സന്തോഷം കണ്ടില്ലേ? ഇതുവരെ ഐസ്ക്രീം കഴിക്കാത്ത പോലെ. ഒന്ന് നടക്ക് പിള്ളേരെ. മക്കളെ വേഗം നടന്നേ. നമസ്കാരം, പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് സുസ്മിത. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു. തലസ്ഥാന നഗരിയിൽ പട്ടാപകലാണ് ഒരു സ്ത്രീയെ 3 പുരുഷന്മാർ ചേർന്ന് ശാരീരികമായി ആക്രമിക്കാൻ ശ്രമിച്ചത്. എന്നാൽ ശാലിനി എന്ന സ്ത്രീ അവരിൽ നിന്ന് വളരെ സാഹസികമായാണ് രക്ഷപ്പെട്ടത്. ശാലിനിയുടെ ഈ ധീരത നമ്മളെല്ലാവരും കണ്ടു പഠിക്കേണ്ടതും നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാക്കേണ്ടതുമാണ്. ആന്റി ഇതേ നോക്ക്, ഇത് ശാലിനിയുടെ അല്ലേ? ശാലിനിയുടെ TV വന്നു. എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ആന്റി TV-യിൽ വരാനോ? ഇതൊക്കെ നടന്നത് തന്നെയാണോ? വാർത്ത മുഴുവനായിട്ട് കേൾക്കും മോനെ, എന്നാലല്ലേ നടന്നത് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. ചില സാങ്കേതിക തടസ്സങ്ങൾ മൂലം നമുക്ക് ശാലിനിയുമായിട്ട് ഇപ്പോൾ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. എന്നാലും പ്രേക്ഷകർ വിഷമിക്കേണ്ടതില്ല. 3 പുരുഷന്മാരെ ഒറ്റയ്ക്ക് ധൈര്യപൂർവ്വം നേരിട്ട ശാലിനിയുമായുള്ള അഭിമുഖം ഇന്ന് രാത്രി 7 മണിക്ക് കാണാം. നിങ്ങൾ കണ്ടതും കേട്ടതും കണ്ടുകൊണ്ടിരിക്കുന്നതും വാർത്ത TV മലയാളം.